ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു ട്രേഡർ. സോ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിവോട്ട് പോയിൻ്റ് ആണ്. അപ്പം എന്താണ് പിവോട്ട് പോയിൻ്റ്, അതുപോലെ ഇൻട്രാഡേയിൽ നമുക്ക് എങ്ങനെ പിവോട്ട് പോയിൻ്റ് ഉപയോഗിക്കാം പ്രോപ്പറായിട്ട്, അതുപോലെ ഇൻട്രാഡേ ഉപയോഗിച്ചിട്ട് എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് പിവോട്ട് പോയിൻ്റ്, നമുക്ക് എന്താണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് നോക്കാം. സോ യൂസ് ഓഫ് ദിസ് ഇൻഡിക്കേറ്റർ, ഫൈൻഡ് ഔട്ട് ഇൻട്രാഡേ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ടൂൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ ആ ഒരു സപ്പോർട്ട് ലെവൽ അതുപോലെ റെസിസ്റ്റൻസ് ലെവലൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ടൂൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് മെയിനായിട്ട് ഇൻട്രാഡേ അല്ലെങ്കിൽ ഡേ ട്രേഡിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഒരുപാട് ട്രേഡേഴ്സ് ഈ ഒരു സപ്പോർട്ട് ലെവലും അതുപോലെ റെസിസ്റ്റൻസ് ലെവലും വെച്ചിട്ടാണ് എൻട്രി അതുപോലെ എക്സിറ്റ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള യൂസ്. സോ നമുക്ക് ജസ്റ്റ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് വൺ, വെൻ ദ പ്രൈസ് ഓഫ് എൻ അസറ്റ് ഈസ് ട്രേഡിംഗ് എബോവ് ദ പിവോട്ട് പോയിന്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡേ ഈസ് ബുള്ളിഷ് ഓർ പോസിറ്റീവ്. അതായത് നമുക്ക് ഒരു പിവോട്ട് പോയിന്റ് ലെവലിൻ്റെ മേളിലാണ് ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ദിവസത്തെ നമുക്ക് ഒരു ബുള്ളിഷ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡേ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ സെക്കൻഡ് വൺ, വെൻ ദ പ്രൈസ് ഓഫ് എൻ അസറ്റ് ഈസ് ട്രേഡിംഗ് ബിലോ ദ പിവോട്ട് പോയിന്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡേ ഈസ് ബീറിഷ് ഓർ നെഗറ്റീവ്. അപ്പം അതായത് ആ ഒരു പിവോട്ട് പോയിൻറ്റിൻ്റെ ലെവലിൻ്റെ താഴെയാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ദിവസത്തെ ഒരു ബീറിഷ് എന്നും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഡേ എന്നും പറയാം. Okay, third one, the indicator typically includes 4 additional levels, S1, S2 and R1 and R2. These stands for support 1 and 2 and resistance 1 and 2. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഈ ഒരു പിവോട്ട് പോയിൻ്റ് ലെവൽ 4 അഡീഷണൽ ലെവൽസ് ഉണ്ട്. S1 ആൻഡ് S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് 1 ആൻഡ് സപ്പോർട്ട് 2, അതുപോലെ റെസിസ്റ്റൻസ് 1 ആൻഡ് റെസിസ്റ്റൻസ് 2, R1 ആൻഡ് R2. അപ്പം ഈ ഒരു 4 അഡീഷണൽ ലെവലും നമുക്ക് ഈ ഒരു പിവോട്ട് പോയിൻ്റ് ഉപയോഗിച്ച് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു അഡീഷണൽ ലെവൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിവോട്ട് പോയിൻ്റ് ലെവൽ ഉപയോഗിച്ചിട്ട്. ഓക്കെ, സോ ചില ചാർട്ടിലൊക്കെ നമുക്ക് കാണാം R1, R2, R3 ഒരു അഡീഷണൽ ലെവൽ കൂടി നമുക്ക് കാണാം. ചിലതിൽ നമുക്ക് കാണാം R4 വരെ നമുക്ക് കാണാം. സോ നോർമലി ഒരു ദിവസത്തിൽ മാക്സിമം ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം മാക്സിമം ഒരു R3 വരെയൊക്കെ നമുക്ക് മൂവ്മെൻറ്റ് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ ഇൻ കേസ് വല്ല ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്ക് വലുതായിട്ട് അപ്പ് ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് R4 വരെയൊക്കെ നമുക്ക് മൂവ്മെൻറ്റ് നമുക്ക് കാണാവുന്നതാണ് പല സ്റ്റോക്കുകളിൽ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഈ ഒരു പിവോട്ട് പോയിൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു പിവോട്ട് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, പിവോട്ട് പോയിൻ്റ് ഈസ് ഈക്വൽ ടു ഹൈ പ്ലസ് ലോ പ്ലസ് ക്ലോസ് ഡിവൈഡ് ബൈ 3. സോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നാളത്തെ പിവോട്ട് പോയിൻ്റ് ലെവലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സോ നമ്മൾ ഇന്നത്തെ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഹൈ അതുപോലെ ലോ അതുപോലെ ക്ലോസ് ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ബൈ 3. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളത്തെ പിവോട്ട് പോയിൻറ്റിൻ്റെ ലെവൽ അല്ലെങ്കിൽ ഏത് പ്രൈസിലാണ് ആ ഒരു പിവോട്ട് പോയിൻ്റ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഒരു പിവോട്ട് പോയിൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് 1 അതുപോലെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് റെസിസ്റ്റൻസ് 1 അതുപോലെ റെസിസ്റ്റൻസ് 2 അതുപോലെ റെസിസ്റ്റൻസ് 3 അതുപോലെ സപ്പോർട്ട് 1 സപ്പോർട്ട് 2 സപ്പോർട്ട് 3 നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് ഈ ഒരു ലെവൽസൊക്കെ കണ്ടുപിടിക്കുന്നത്. സോ ഇത് നമുക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമുക്ക് ചാർട്ട്സിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് നോക്കാം. സോ നമ്മൾ ആ ഒരു പിവോട്ട് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൂൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഒരു ഗ്രാഫ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്ററിലുള്ള ഒരു ലൈനാണ് പിവോട്ട് പോയിൻ്റ്. അതുപോലെ നമുക്ക് അതിൻ്റെ മേളിൽ കാണാം R1, R2, R3 അതുപോലെ S1, S2, S3. ഓക്കെ, സോ അതുപോലെ നമുക്ക് ഈ പിവോട്ട് പോയിൻ്റിൻ്റെ മേളിലാണ് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ നമുക്കിതിനൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് എന്ന് പറയാം. അതുപോലെ ഇതിൻ്റെ താഴെയാണ് നടക്കുന്നതെങ്കിൽ ഇതിനെ ഒരു ബീറിഷ് എന്നും കൂടി പറയാം. സോ ഇൻട്രാഡേയിൽ മോസ്റ്റ്ലി നമുക്കൊരു പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൈസ് താഴോട്ട് വന്ന് ഈ ഒരു പിവോട്ട് പോയിൻ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എവിടം വരെ പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ S1 വരെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ട്. സോ സപ്പോർട്ട് വരെ പോകുമെന്ന് നമുക്ക് പറയാം. ഇൻ കേസ് ആ ഒരു സപ്പോർട്ട് 1 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് 2
ഓക്കെ. അതുപോലെ ഇൻ കേസ് സപ്പോർട്ട് 2 കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് 3. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവലൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ഇൻ കേസ് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അത് എവിടം വരെ പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻ കേസ് അപ്പ് ട്രെൻഡ് ആണെങ്കിൽ അത് എവിടം വരെ പോകും എന്ന് നമുക്ക് ഈ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രാഫ് ഒന്ന് നോക്കാം. ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് പിവറ്റ് പോയിൻ്റ് എങ്ങനെ പിവറ്റ് പോയിൻ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് സപ്പോർട്ട് ലെവലൊക്കെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് വ്യൂ ആണ്, ആപ്ലിക്കേഷനാണ്, അതിൻ്റെ ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പം ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വളരെ സിമ്പിളാണ്, ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും ഒരുപാട് ടൂൾസും നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു ആപ്ലിക്കേഷനിൽ. സോ ജസ്റ്റ് ഞാനൊന്ന് ആ ഒരു ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് പിവറ്റ് പോയിൻ്റ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാനപ്പം ചാർട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ട്രേഡിംഗ് വ്യൂടെയാണ്. ഓക്കെ. സോ ഞാനിത് യൂസ് ചെയ്യാനുള്ള കാരണം ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയും. ഓക്കെ. സോ ഞാൻ എങ്ങനെയാണ് ഒരു പിവറ്റ് പോയിൻ്റ് ആഡ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് നമുക്ക് അവിടെ മേളിലൊരു ബട്ടൺ കാണാം. സോ ഓൾറെഡി ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ, നമുക്ക് മേളിൽ ഇൻഡിക്കേറ്ററിൽ പോയി ഞാൻ പിവറ്റ് പോയിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോ ഓക്കെ, പിവറ്റ് പോയിൻ്റ് സ്റ്റാൻഡേർഡ് നമുക്ക് കാണാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്ക് ആ ഒരു പിവറ്റ് പോയിൻ്റ് ആഡ് ചെയ്ത് തരും. ഓക്കെ. സോ അപ്പോൾ ഇത് ലൈവ് മാർക്കറ്റാണ്. ജസ്റ്റ് നമുക്ക് കാണാം ആ ഒരു ലെവൽസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കിവിടെ കാണാം. ഓക്കെ. സോ മാർക്കറ്റ് ഒരു R1 മേളിലാണ് ഓപ്പൺ ചെയ്തത്. അത് എക്സാക്ട്ലി ഒരു R2 കണ്ടില്ല, R2 ആ ഒരു റേഞ്ചിൽ പോയിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴോട്ട് വരുന്നത്. ഓക്കെ. സോ നമുക്ക് ഒരു ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു ലൈവ് മാർക്കറ്റിൽ നമുക്ക് കാണുന്നതാണ്. ഓക്കെ. ഇൻ കേസ് മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ നമുക്കൊരു R1 വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇൻ കേസ് അതൊരു അപ്പ് മൂവ്മെൻ്റ് ആണ് പോവുകയാണെങ്കിൽ R2 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, സോ നമുക്ക് അതിൻ്റെ മേളിൽ R3 നമുക്ക് കാണാം. ഓക്കെ. R3 ലെവൽ കാണാം. 10,620 R3. മേ ബി നമുക്ക് അവിടം വരെ എക്സ്പെക്റ്റ് ചെയ്യാം ഇൻ കേസ് ഒരു നല്ലൊരു അപ്പ് ട്രെൻഡ് ഉണ്ടെങ്കിൽ. ഓക്കെ. നോർമലി R3 ലെവലൊക്കെ എന്തെങ്കിലും ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു R3 ലെവൽ വരെ മാർക്കറ്റ് പോകുന്നത്. ഓക്കെ. സോ നമുക്ക് തൊട്ട് പുറകിലത്തെ ഒരു ദിവസം ജസ്റ്റ് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ആ ഒരു എക്സാക്റ്റ് ഒരു പിവറ്റ് പോയിൻ്റ് റേഞ്ചിലാണ്. ഓക്കെ. സോ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഡൗൺ ചെയ്ത് ബട്ട് ജസ്റ്റ് എല്ലാ കാര്യം ഒന്ന് കൺഫ്യൂഷനാക്കി വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തുടങ്ങി. ഓക്കെ. അതുപോലെ ഇപ്പം ഞാനിപ്പോൾ പിവറ്റ് പോയിൻ്റ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ CPR സെൻട്രൽ പിവറ്റ് റേഞ്ച് കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാക്റ്റ് നമുക്ക് ആ ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ CPRനെ കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് പിവറ്റ് പോയിൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്ക് വീണ്ടും മാർക്കറ്റ് അപ്പ് മൂവ്മെൻറ്റ് പോയി വീണ്ടും ആ ഒരു പിവറ്റ് പോയിൻ്റ് ലെവൽ റീടെസ്റ്റ് ചെയ്ത് ഓക്കെ നമുക്ക് കാണാം. റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കാണാം. ഏകദേശം R1 ലെവലിൽ റീച്ചായി. ഓക്കെ. സോ ആ ഒരു മൂവ്മെൻറ്റിൽ R1 ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു R2 ലെവലിൻ്റെ അടുത്ത് ഏകദേശം ഓൾമോസ്റ്റ് എത്താനായി. ഓക്കെ. സോ അത് R2 ലെവൽ റീച്ച് ചെയ്തില്ല. ഓക്കെ, കുഴപ്പമില്ല. ബട്ട് ആ ഒരു റേഞ്ചിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യും. സോ നമുക്ക് വേറൊരു ദിവസത്തെ ഗ്രാഫും കൂടി നോക്കാം. സോ അന്ന് ആ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് R1ൻ്റെയും R2ൻ്റെയും ഇടക്കാണ്. ഓക്കെ. സോ R2 ലെവൽ റീച്ച് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് തന്നെ ഒരു സെല്ലേഴ്സ് കൂടി വീണ്ടും താഴോട്ട് വന്ന് R1 ലെവലിൽ എക്സാക്റ്റ് ഒരു റീടെസ്റ്റ്മെൻറ്റ് നടത്തി. ഓക്കെ. സോ വീണ്ടും ഒരു ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് നടത്തി വീണ്ടും ആ ഒരു ലെവലിൽ എത്തി. പക്ഷേ അത് ബ്രേക്ക് ചെയ്തില്ല. ആൾക്കാരെയൊക്കെ ഒന്ന് ജസ്റ്റ് കൺഫ്യൂഷൻ ആക്കി. വീണ്ടും ഏറ്റവും അവസാനത്തെ ആ ഒരു റീജിയനിലാണ് ബ്രേക്ക് ചെയ്തത്. സോ കാണാം, അതൊരു നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് എക്സ്പാക്റ്റ് ആ ഒരു പിവറ്റ് പോയിൻ്റ് ലെവൽ വരെ എത്തി നമുക്ക് കാണാം. സോ നമ്മൾ ഈ ഒരു പിവറ്റ് പോയിൻ്റ് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ഈ ഒരു ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ലെവലും അതുപോലെ തന്നെയാണ് എക്സ്പാക്റ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. സോ നമുക്ക് ജസ്റ്റ് ഇപ്പം നിഫ്റ്റി 50 ആണ് നോക്കിയത്. നമുക്ക് വേറൊരു സ്റ്റോക്കും കൂടി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിപ്പം BPCLൻ്റെ ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു പിവറ്റ് പോയിൻ്റ് മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞ് R1 ലെവലിൽ എക്സാക്റ്റ് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും പ്രൈസ് താഴോട്ട് വന്നു. ഓക്കെ. സോ വീണ്ടും ഒരു ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ.
സോ R1 ലെവലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആ ഒരു പോയിന്റിലാണ് റെസിസ്റ്റൻസ് എടുത്തത്. സോ അവിടെ നിന്ന് ഷോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓക്കെ, സോ അവരുടെയൊക്കെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പിവോട്ട് പോയിൻ്റ് റേഞ്ചാണ്. ഓക്കെ, സോ നമ്മളിപ്പം അതിൻ്റെ ഒരു ലോജിക്ക് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ചെയ്ത ആൾക്കാരുടെ എക്സിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതൊരു ബൈ ഓർഡറാണ് അല്ലേ, സെല്ല് ചെയ്ത ആൾക്കാരുടെ ഒരു ബൈ ഓർഡറാണ്. സോ ആ ഒരു ലെവലിൽ മാർക്കറ്റ് എല്ലാവരും എക്സിറ്റ് ചെയ്ത സമയത്ത് ഒരു ബൈ ഓർഡറായ സോ മാർക്കറ്റിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് വീണ്ടും അപ്പ് ചെയ്തു. സോ നമുക്ക് കാണാം ആ ഒരു എക്സാക്റ്റ് പോയിന്റിൽ വീണ്ടും അപ്പ് ചെയ്തു. സോ എന്തുകൊണ്ടാണ് ആ ഒരു പോയിന്റിൽ തന്നെ ഒരു റിവേഴ്സ് വന്നത്? അതിൻ്റെ കാരണം തന്നെ ഇതാണ്. കാരണം ആ ഒരുപാട് പേര് ആ ഒരു R1 ലെവലിൽ നിന്ന് ഷോർട്ട് ചെയ്ത് ആ ഒരു പിവോട്ട് പോയിന്റ് ലെവലിൽ ടാർഗറ്റ് കൊടുത്തു. സോ ടാർഗറ്റ് ഷോർട്ട് ചെയ്ത ആൾക്കാരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബൈ ഓർഡറാണ്. ഓക്കെ, സോ ആ ഒരു ബൈ ഓർഡർ ഓൾമോസ്റ്റ് എല്ലാവരും ബൈ ചെയ്തു. സോ പുതിയ ബയേഴ്സ് വന്നു, ആ മാർക്കറ്റിൻ്റെ വീണ്ടും സ്റ്റോക്ക് പ്രൈസ് കൂടി. സോ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ R1 ടാർഗറ്റാണ്, റൈറ്റ്. സോ R1 ആണ് അടുത്ത റെസിസ്റ്റൻസ് ലെവൽ. സോ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം ഈ ഒരു പ്രൈസ് ആ ഒരു ലെവലിൽ എത്തുന്നുണ്ടോ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് നമുക്കൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു ലെവലിൽ എത്തുന്നുണ്ടോയെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാം എക്സാക്റ്റ് ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം അവിടെ ഒരു റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്യുന്നത്. എക്സാക്റ്റ് R1 ലെവലിലാണ് എത്തിയിട്ടാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിവോട്ട് പോയിന്റ് ആ ഒരു ലെവലിൽ റീട്രേസ്മെൻറ്റ് ചെയ്തിട്ട് അപ്പ് മൂവ്മെൻറ്റ് ചെയ്ത ഒരു മൊമെൻറ്റിൽ ഒരുപാട് ബയേഴ്സ് മേടിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ അവരുടെയൊക്കെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R1 ലെവലാണ്, റൈറ്റ്. സോ R1 ലെവൽ, സോ ബൈ ഓർഡേഴ്സ് ബൈ ചെയ്ത ആൾക്കാർ R1 ലെവലെത്തുന്ന സമയത്ത് സെല്ല് ചെയ്യും. സോ അതാണ് ആ ഒരു ലെവലിൽ R1 ലെവലിൽ ആ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ലോജിക്ക്. ഓക്കെ, സോ വീണ്ടും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം എന്താണ് അടുത്ത ബയേഴ്സ്. ഇൻ കേസ് R1 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് മൂവ്മെൻറ്റ് എന്തായാലും R2 വരെ എത്താൻ ചാൻസസ് കൂടുതലാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റി നല്ലൊരു പോസിറ്റീവാണ്. സോ നമ്മുടെ ഒരു കണ്ടീഷൻസ് കറക്റ്റാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം R1 ബ്രേക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. സോ ജസ്റ്റ് ഇപ്പോൾ R1ൻ്റെ അടുത്തായിട്ടാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉള്ളത്. ഓക്കെ, സോ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എവിടം വരെ പോകുമെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്തായാലും ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാം. സോ ഓക്കെ, നമുക്ക് ആ ഒരു R1 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് കാണാം ആ ഒരു R1 ലെവൽ ഒരു വലിയൊരു ബയേഴ്സ്, വലിയൊരു ബിഗ് ക്യാൻഡിലാണ്, ഗ്രീൻ ക്യാൻഡിൽ. സോ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്തു. സോ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R2 ആണ്, റൈറ്റ്. സോ R2 എക്സാക്റ്റ് ആ ഒരു R2 ലെവലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് വെയിറ്റ്, എന്തായാലും അത് ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നിഫ്റ്റി നല്ലൊരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഒരു പിവോട്ട് പോയിൻ്റ് ലെവൽ ഉപയോഗിച്ചാലുള്ള ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നമുക്ക് ഒരു സ്റ്റോക്ക് എങ്ങോട്ട് വരെ എവിടം വരെ പോകും, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മൂവ്മെൻറ്റ് അപ്പ് മൂവ്മെൻ്റ് ആണെങ്കിൽ എവിടം വരെ പോകുമെന്നൊക്കെ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈ ഒരു ടൂൾസ് വളരെ ഉപകാരമാണ്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. സോ ഒരുപാട് ട്രേഡേഴ്സ് ഈ ഒരു പിവോട്ട് പോയിൻ്റ് ലെവൽ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് കാണാം ഇപ്പം ജസ്റ്റ് ആ ഒരു R2 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, നമ്മുടെ ഒരു ടാർഗറ്റ് കിട്ടി. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു അനലൈസ് ചെയ്യാൻ പറ്റും ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഒരു പിവോട്ട് പോയിൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ CPR എങ്ങനെ യൂസ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. സോ ഓക്കെ, സോ താങ്ക് യു ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.